Watch India's largest kids library only on Jio Hotstar. Download the app now. നിനക്ക് മോട്ടോ എഴുന്നേൽക്ക്. ഞാൻ നിനക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരാം. മോട്ടോ എഴുന്നേൽക്ക്. മോട്ടോ, ആ ധ്രുവ നക്ഷത്രം വളരെ വേഗത്തിലാണ് എന്റെ തലയിലോട്ട് വന്ന് വീണത്. എന്റെ പത്തലു കണ്ടോ മോട്ടോ, നിന്റെ തലയിൽ സ്റ്റാർ ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ് സ്റ്റാർ ഉള്ളത്? കാണട്ടെ, കാണിച്ചേ. ദേ നോക്ക്. അതേ മോട്ടോ പത്ലു, നിങ്ങൾ എവിടെയാ? ദേ ഞാൻ കടയടച്ചേച്ചും വരുവാ. ഞാൻ വീട്ടിലേക്ക് വന്നു. പത്തലു വേഗം വരൂ. നമ്മുടെ ചായക്കട ചേട്ടനെ ചൂടുള്ള സമൂസകൾ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചായക്കട പൂട്ടിയിട്ട് സമൂസയും കൊണ്ട് വീട്ടിൽ വന്നിരിക്കുക. അതേ പത്തലു വരൂ. ചായക്കട ചേട്ടൻ സമൂസയായി വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നോ? അത് നിനക്ക് എങ്ങനെ അറിയാനാ? ഞാൻ ഇപ്പോഴാ കണ്ടത് പത്തലു. ആ ചായ ചേട്ടൻ സമൂസയും കൊണ്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് മാത്രമല്ല നമ്മളെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. നീ കണ്ടെന്നോ? പത്തലു ആലോചനയൊക്കെ പിന്നെ. ആദ്യം നമുക്ക് ചെന്ന് സമൂസ കഴിക്കാം. ഇല്ലെങ്കിൽ ആ സമൂസയൊക്കെ തീർന്നു പോകും പത്തലു. അതേ മോട്ടു പത്ലു, ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ പറ്റി ഓർത്തതേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ ഇവിടെ എത്തിയോ? അതിശയമായിരിക്കുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നിനക്ക് മനസ്സിലായെന്ന് തോന്നുന്നല്ലോ. ഈ സമോസ എടുത്തോ, ഞാൻ പോട്ടെ. താങ്ക് യു ചായക്കട ചേട്ടാ. മോട്ടോ, നിനക്ക് ചായക്കടക്കാരൻ ചേട്ടൻ പറഞ്ഞത് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ സംഭവത്തിൽ നിന്റെ തലയിലുണ്ടായ ആ സ്റ്റാർ ഉണ്ടല്ലോ, അതിനുശേഷമാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. എന്റെ മോട്ടോ, നിനക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. മോട്ടോ, നിനക്ക് ഭാവിയെ കുറിച്ച് പറയാൻ കഴിയും. പത്തലു, എനിക്ക് ഭാവി കാണാൻ പറ്റുന്നുണ്ട്. സംഭവിക്കാൻ പോകുന്നത് അറിയുന്നുണ്ട്. പൊളിച്ചേ. മോട്ടു ഇതാ ചായ കുടിക്കേ. ഇത് ഞാൻ ചിങ്കം സാറിന്റെ പോലീസ് സ്റ്റേഷൻ പൊട്ടിത്തെറിപ്പിക്കാൻ പോവാണ്. പത്തലു വേഗം വരൂ. ജോണിന്റെ കയ്യിലുള്ള ബോക്സിൽ ബോംബുണ്ട്. അവൻ ചിങ്കം സാറിന്റെ പോലീസ് സ്റ്റേഷൻ തകർക്കാനുള്ള പ്ലാനിലാണ്. വരൂ. എന്ത്? വേഗം പോവാം. ചിങ്കം സാറേ വേഗം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്ന് നിൽക്കേ. ജോൺ ബോംബും കൊണ്ട് പോലീസ് സ്റ്റേഷൻ തകർക്കാൻ വന്നോണ്ടിരിക്കുക. എന്റെ അമ്മോ, ജോണിന് ഇപ്പൊ ധൈര്യം കൂടുന്നുണ്ട്. അവന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. അത് പോയി പിടിക്കൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. അതെന്റെ പുതിയ ഇങ്ങ് തരാൻ താ പത്ലു. എന്തിനാ കൊണ്ട് എന്നെ ഇങ്ങനെ ഇടിക്കുന്നത്? കാര്യം എന്താണെന്ന് പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അത് പറഞ്ഞിട്ടിടിക്കേ. വെറുതെ ആവശ്യമില്ലാതെ കയറി വേയുവാണോ? എടോ ജോണ്, അഭിനയിക്കരുത്. എനിക്കൊക്കെ അറിയാം. നീ ഈ ബോക്സിൽ ബോംബുമായിട്ട് ഈ പോലീസ് സ്റ്റേഷൻ തകർക്കാൻ വന്നതല്ലേ? പോലീസ് സ്റ്റേഷൻ തകർക്കാനോ? നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? എന്റെ പൊന്നു കോട്ടു, ഞാൻ കൊണ്ടുവന്ന പൊതിയില് കേക്ക് ഇന്ന് ചിങ്കം സാറിന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഞാൻ കേക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ നീ മോട്ടു, ഈ ബോക്സിൽ ശരിക്കും ചിങ്കം സാറിനുള്ള ബർത്ത്ഡേ കേക്കാണ്.
താങ്ക് യു ജോൺ. നീ എന്റെ ഈ പിറന്നാളിന് മനോഹരമായിട്ടൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മോട്ടു, നീ എന്തിനാ ആവശ്യമില്ലാതെ ജോണിനെ കുറ്റപ്പെടുത്തിയത്? സോറി ചിങ്കം സാറേ, വെരി സോറി. ഞാൻ കുറച്ചു നേരത്തെ മുമ്പേ കണ്ടതാ, ഭാവി കണ്ടതാ. ജോൺ ബോക്സും എടുത്തോണ്ട് പോലീസ് സ്റ്റേഷൻ തകർക്കാനായിട്ട് വന്നോണ്ടിരിക്കുന്നത്. മോട്ടു, നിന്റെ കണ്ണുകളൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇപ്പൊ വാ കൂടെ. നമുക്ക് പോയിട്ട് വല്ല ചായയും സമൂസയും കഴിക്കാന്നേ. പത്ലു, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ എന്താണോ കണ്ടത് അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. പത്ലു, നിക്ക്. നീ ഒന്നും നോക്കണ്ട. പക്ഷെ പത്ലു, എനിക്ക് കാണുന്നുണ്ടല്ലോ. ഓഹോ, എന്ത് കണ്ടെന്നാ? നിക്ക്, നോക്കിയിട്ട് പറയാമേ. ഡോക്ടർ ജഡ്ക, മോട്ടു പത്ലൂനെ നിങ്ങൾ ഈ റോക്കറ്റിനകത്ത് ഒരിക്കലും ഇരുത്തരുതട്ടാ. പിന്നെ അവരുടെ പേര് ഈ ലോകം മുഴുവനും ഫേമസ് ആവും. പത്ലു, ഞാൻ കണ്ടു. ഡോക്ടർ ജഡ്ക ഒരു റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗസീട്ട റാം വലിയേട്ടനോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിനകത്ത് മോട്ടുവിനെയും പത്ലുവിനെയും ഒരിക്കലും ഇരുത്താൻ പാടില്ല. പിന്നീട് ശബ്ദം കാരണം എനിക്ക് ക്ലിയർ ആയില്ല. പക്ഷെ അവസാനം പറഞ്ഞത് മോട്ടുവിന്റെയും പത്ലുവിന്റെയും പേര് ഫേമസ് ആവും അത്രേ. പിന്നീട് ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ അതിലെങ്ങാനും ഇരുന്നാലേ നമ്മളുടെ പേര് ലോകം മുഴുവൻ അറിയപ്പെടും അത്രേ. അതുകൊണ്ട് ഞാൻ പറയുന്നു, വേഗം വരൂ. എന്റെ ചങ്കുകളെ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? താഴെ ഇറങ്ങ, അബദ്ധം ഒന്നും കാണിക്കരുത്. താഴേക്കിറങ്ങ്. ഇല്ല വല്ലേട്ടാ, ഞങ്ങൾ കേറിയിരിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ഈ പേര് ലോകം മുഴുവൻ അറിയിക്കണം. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ പറയാണ്, നിങ്ങളെങ്ങാനും ഇപ്പൊ റോക്കറ്റിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ നിങ്ങളുടെ പേര് ഒരിക്കലും വെളിച്ചത്തിൽ വരില്ല. അതിന് പകരം ഈ നാട് മുഴുവനും നിങ്ങളുടെ പേര് നാശമായി പോട്ടാ. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ ഞങ്ങൾ ഇതിൽ ഇരുന്നിരിക്കും. കേറ്, വേഗം കേറ്. രക്ഷിക്കൂ, ഞങ്ങളെ ഒന്ന് താഴേക്ക് ഇറക്കൂ. എന്റെ രോഗികളാണ് സത്യം. ഇനി ആ മുകളിലിരിക്കുന്ന ആൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. സോറി പത്ലു, സോറി. എന്തെങ്കിലും ഒന്ന് വേഗം ആലോചിക്കൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വലിയേട്ടാ, നിങ്ങളും ഗസീട്ട റാമും അല്ലേ അപ്പോഴേ പറഞ്ഞോണ്ടിരുന്നത് മോട്ടുവിനെയും പത്ലുവിനെയും റോക്കറ്റിൽ ഇരുത്തരുത്, അങ്ങനെ ചെയ്ത അവരുടെ പേര് ഈ ലോകം അറിയപ്പെടുമെന്നൊക്കെ. ഓയ് മോട്ടു ചങ്ക, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ മോട്ടുവിനെ പത്തലുവിനെ ഇപ്പൊ റോക്കറ്റിൽ വിടണ്ടെന്നാ. അതിൽ ഇനിയും കുറച്ച് ജോലി ബാക്കി ഉണ്ടായിരുന്നു ചങ്കേ, അതാണ്. ഡോക്ടർ ജഡ്ക പറയുന്നത് വളരെ ശരിയാണട്ടാ. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് തൽക്കാലം മോട്ടൂണിനും പത്ലൂണിനും റോക്കറ്റിനകത്ത് ഇരുത്തരുതെന്നാണ്. റോക്കറ്റ് ശരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ മോട്ടു പത്ലൂണിന്റെ പേര് ഈ ഫുർഫുരെ നഗരം മുഴുവനും ഫേമസ് ആവുമല്ലോ. ഓയ് മോട്ടു എന്റെ ചങ്ക, എന്റെ ബ്രോ, ആദ്യം നീ ഇത് പറ, നീ എന്നാ ഞാൻ പറയുന്നത് കേട്ടത്? മോട്ടു, ഇനി നിന്റെ പണി കഴിഞ്ഞു. ആരോ നിന്നോട് സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. പകുതി സത്യം മുഴുവൻ നുണയേക്കാളും അപകടകരമാണെന്ന്. അത് നമ്മൾ ഇന്ന് നേരിൽ കണ്ടതാ. സോറി പത്ലു, വെരി സോറി. അല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? എല്ലാം ഈ ധ്രുവ നക്ഷത്രത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് സംഭവിക്കുന്നത്. വലിയേട്ടാ, പ്ലീസ് എന്നെ ഒന്ന് ശരിയാക്കൂന്നേ. എനിക്ക് ഒരു ഭാവി കാര്യം പറയണ്ടെന്നേ.
ഇനി നീ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നിന്റെ തലയിലുള്ള ആ നക്ഷത്രമില്ലേ, അത് മാഞ്ഞു പോയിരിക്കുക. എന്ത് സത്യമാണോ? ആ നക്ഷത്രത്തിനെ കാണാനില്ലെന്നോ? അതെ അതെ, അത് കാണുന്നില്ല. ഒളിച്ചേ. ഞാൻ ശരിയായേ. പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഓയ് മോട്ടു, നിന്റെ ദേഹത്ത് ഷൂട്ടിംഗ് സ്റ്റാർ വീണതില് എന്തോ ഒരു സയന്റിഫിക് എഫക്ട് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും റോക്കറ്റിൽ സ്പേസിലേക്ക് പോയില്ലേ, അപ്പൊ വേറൊരു സ്റ്റാറിന്റെ കണക്ഷൻ കൊണ്ട് ആ റിയാക്ഷൻ ഡീആക്ടിവേറ്റഡ് ആയിരിക്കുകയാണ്. സത്യം പറഞ്ഞ മോട്ടു പത്ലു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാവി കാലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ചെറിയ ബിസിനസ് ആക്കി ഞാനും കുറച്ച് ചില്ലറ കാശൊക്കെ ഉണ്ടാക്കിയേനെ. Watch India's largest kids library only on Jio Hotstar. Download the app now.